എറണാകുളം കോതമംഗലത്ത് താലൂക്ക് ആശുപത്രി ജീവനക്കാരന് സന്ദർശകന്റെ മർദ്ദനം. നഴ്സിംഗ് അസിസ്റ്റന്റ് കാളിപ്പറമ്പിൽ ജോജി ജോർജിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ലിഡിയ, ഈ മട്ടിൽ ഒരു മർദ്ദനത്തിന് എന്തായിരുന്നു പ്രകോപനം? ക്രിസ്റ്റീന, ഈ സന്ദർശകൻ, അതായത് മറ്റൊരു അടിപിടി കേസിൽ ചികിത്സയിൽ കഴിയുന്ന ആളെ കാണാൻ വന്ന സന്ദർശകനാണ് ഇത്തരത്തിലൊരു മർദ്ദനം കാഴ്ചവെച്ചത്. അതായത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോജി ജോർജിനാണ് മർദ്ദനമേറ്റത്. ഈ സന്ദർശിക്കാനായി വന്ന ആൾ, അതായത് അനീഷ്, തൃക്കാരിയൂർ സ്വദേശി അനീഷാണ് ജോജിയെ മർദ്ദിച്ചത് എന്നുള്ളതാണ്. ഉള്ളിലേക്ക് കയറാനാവില്ല, ഇത്തരത്തിൽ സന്ദർശനം അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞതോടെ, സുരക്ഷാ ജീവനക്കാർ അത്തരത്തിൽ പറഞ്ഞതോടെയാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിൽ, അതിനെ തുടർന്ന് തർക്കമുണ്ടാവുകയും ഒരു മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി 10:30-ഓടെയാണ് സംഭവം. ജോജിയുടെ തലയ്ക്കും അതുപോലെ തന്നെ ചുണ്ടിനുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ജോജി ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ്. അകാരണമായാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ജോജി പറയുന്നത്. പ്രത്യേകിച്ച് ഉള്ളിലേക്ക് കടക്കാനാവില്ല, പ്രത്യേകിച്ച് ഒരു 10:30 സമയമാണ്, സന്ദർശകരെ അനുവദിക്കാനാവില്ല എന്ന് സുരക്ഷാ ജീവനക്കാർ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അത് ഉള്ളിലേക്ക് കയറണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം, ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാക്കിയത്, ആശുപത്രിയിൽ ഉണ്ടാക്കിയത്. തുടർന്ന് ഈ നഴ്സിംഗ് അസിസ്റ്റന്റിനെ അടക്കം മർദ്ദിക്കുകയായിരുന്നു. നമുക്കത് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. എന്തായാലും ഈ ഒരു സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഈ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. മാത്രമല്ല NGO യൂണിയൻ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഉയരുകയാണ്. ഈ സമരം അടക്കം സംഘടിപ്പിക്കാനാണ് ഒരുങ്ങുന്നത്. ശരി, ലിഡിയ ജേക്കബാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ഒരു സ്ഥാപനത്തിൽ ഒരു നിയമം അല്ലെങ്കിൽ ചട്ടമുണ്ടെങ്കിൽ ഇത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇനി ആ ജീവനക്കാരൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒരു MLC കേസ് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ബൈസ്റ്റാൻഡാണെന്നും പറഞ്ഞ ആൾക്കാർ വന്ന് ഡ്രസ്സിങ്ങിനൊക്കെ വന്ന് ഒച്ചപ്പാടും ഉണ്ടാക്കി അവരെ ഡ്രസ്സിങ്ങിനെ ആൾക്കാരെ ഇറക്കിയിട്ടിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറക്കി നിർത്തി. പിന്നെ അവർ വന്നിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നപ്പോൾ സെക്യൂരിറ്റിമാർ തടഞ്ഞു. നമുക്കറിയാം, കാഷ്വാലിറ്റിയിലെ ജീവനക്കാർ സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നത്, അത് വലിയ തിരക്കിലാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അകാരണമായി ഇത്തരം മദ്യാസക്തിയിൽ വരുന്ന ആളുകളുടെ അക്രമം ഉണ്ടാകുന്നത് വളരെ ദാരുണമായ ഒരു കാര്യമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, ശക്തമായ പോലീസ് നടപടി ആവശ്യപ്പെടുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.